ഇന്ന് നമുക്ക് തൈറോയ്ഡ് രോഗികൾ അല്ലെങ്കിൽ തൈറോയ്ഡിൻ്റെ മരുന്ന് സ്ഥിരമായി എടുക്കുന്ന ആളുകൾ അവരുടെ ഭക്ഷണത്തിൽ നിന്ന് എന്തൊക്കെ കാര്യങ്ങൾ ഒഴിവാക്കണം എന്ന് പരിശോധിക്കാം. ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ ഭക്ഷണത്തിൽ നിന്ന് അവോയ്ഡ് ചെയ്തില്ലെങ്കിൽ അത് ഹോർമോണൽ ഇംബാലൻസ് ക്രിയേറ്റ് ചെയ്യുകയും ഹോർമോൺ പ്രൊഡക്ഷനെ പ്രതികൂലമായി ബാധിക്കുകയും ഹോർമോണൽ ഫങ്ഷൻസ് സ്മൂത്തായി നടക്കാതെയും ഇരിക്കും. അങ്ങനെ വരുമ്പോൾ തൈറോയ്ഡ് പ്രശ്നങ്ങൾക്ക് എത്ര മെഡിസിൻസ് കഴിച്ചു കഴിഞ്ഞാലും കാര്യമായ വ്യത്യാസമൊന്നും കാണാൻ ഇടയാകില്ല. തൈറോയ്ഡ് ഹോർമോൺ ഉൽപ്പാദനത്തിന് ബേസിക്കലി സിങ്ക്, സെലീനിയം, മെഗ്നീഷ്യം, ഒമേഗ-3 ഫാറ്റി ആസിഡ്, വൈറ്റമിൻ ഡി, അയഡിൻ, അയേൺ എന്നീ ഘടകങ്ങൾ അത്യാവശ്യമാണ്. തൈറോയ്ഡ് ഹോർമോൺ ഉൽപ്പാദനത്തിന് തൈറോയ്ഡ് ഗ്ലാൻഡ് മാത്രമല്ല ഇൻവോൾവ് ആയിരിക്കുന്നത്. ഇതിൻ്റെ കൂടെ ലിവർ, കിഡ്നി, ഗട്ട്, ഹൈപ്പോതലാമോ പിറ്റ്യൂട്ടറി ആക്സിസ് ഇതൊക്കെ ഇൻവോൾവ് ആണ്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കറക്റ്റായി അബ്സോർബ് ചെയ്താൽ മാത്രമേ തൈറോയ്ഡ് ഹെൽത്ത് പെർഫെക്റ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. ആദ്യമായി ഡയറക്റ്റ് ഷുഗേഴ്സ് പൂർണ്ണമായിട്ടും അവോയ്ഡ് ചെയ്യാം. നാച്ചുറൽ ഷുഗേഴ്സ്, അതായത് നമ്മളെ പഴങ്ങളിൽ കാണുന്ന നാച്ചുറൽ ഷുഗേഴ്സ് ആവാം. രണ്ടാമതായി കാർബോഹൈഡ്രേറ്റ്സ് ഇൻ എനി ഫോം ഒഴിവാക്കണം. അതിൽ അരി, ഗ്ലൂട്ടൻ അടങ്ങിയ ഗോതമ്പ്, മില്ലറ്റ്സ്, ഓട്സ്, ബാർലി, ബ്രെഡ്, മൈദ കൊണ്ടുള്ള പൊറോട്ട, കപ്പ എന്നിവ എല്ലാം ഒഴിവാക്കണം. അടുത്തതായി പാൽ ഒഴിവാക്കേണ്ടതുണ്ട്. കാരണം എന്തെന്ന് വെച്ചാൽ തൈറോയ്ഡ് ഹോർമോണിൻ്റെ പ്രൊഡക്ഷന് അയഡിൻ്റെ അബ്സോർപ്ഷനെ പാൽ തടസ്സപ്പെടുത്തുന്നതായി കാണാറുണ്ട്. അടുത്തതായി കോഫി അവോയ്ഡ് ചെയ്യേണ്ടതുണ്ട്. കാരണം തൈറോയ്ഡ് ഹോർമോൺസിൻ്റെ അബ്സോർപ്ഷനെയും ഫങ്ഷൻസിനെയും ഇത് ബ്ലോക്ക് ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ കോഫി ലവേഴ്സ് തൈറോയ്ഡ് ടാബ്ലറ്റ്സ് കഴിച്ചതിൻ്റെ 1 മണിക്കൂറിന് ശേഷം മാത്രമേ സ്റ്റിമുലൻസ് ആയ ചായയും കാപ്പിയും കഴിക്കാൻ പാടുള്ളൂ. അടുത്തതായി വെജിറ്റബിൾ ഓയിലും ഡീപ്പ് ഫ്രൈഡ് ഐറ്റംസ് ആയ കരിച്ചതും പൊരിച്ചതുമായിട്ടുള്ള കാര്യങ്ങൾ മൊത്തം ഒഴിവാക്കുക. അടുത്തതായി പ്രോസസ്ഡ് ഫുഡ് അവോയ്ഡ് ചെയ്യേണ്ടതുണ്ട്. ഇതിൽ ഉദ്ദേശിക്കുന്നത് റെഡി ടു കുക്ക് ഫുഡ് ഐറ്റംസ് ആണ്. സോസേജസ്, ബർഗർ പാറ്റീസ്, കാൻഡ് ഓർ ടിൻഡ് ഫുഡ്, സ്വീറ്റൻഡ് ജ്യൂസ് ആൻഡ് ബെവറേജസ്. അടുത്തതായി റോ ക്രൂസിഫറസ് വെജിറ്റബിൾസ്, ഗോയിട്രജൻസ് ആയിട്ട് അറിയപ്പെടുന്ന കാബേജ്, കോളിഫ്ലവർ, ബ്രൊക്കോളി ഇവ റോ ഫോമിൽ സാലഡ് രൂപത്തിൽ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കുക. കുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പ്രശ്നമില്ല. കാരണം അയഡിൻ അബ്സോർപ്ഷൻ നടക്കുകയാണെങ്കിൽ മാത്രമേ തൈറോയ്ഡ് ഹോർമോൺ പ്രൊഡക്ഷൻ നല്ല രീതിയിൽ നടക്കുകയുള്ളൂ. അയഡിൻ അബ്സോർപ്ഷനെ ഈ കാര്യങ്ങൾ ബ്ലോക്ക് ചെയ്യാറുണ്ട്. അടുത്തതായി സോയ പ്രോഡക്ട്സ് ആയ സോയ മിൽക്ക്, സോയ ചങ്ക്സ്, സോയ ബീൻസ് ഇതൊക്കെ അവോയ്ഡ് ചെയ്യേണ്ടതാണ്. കാരണം തൈറോയ്ഡ് ഹോർമോണിൻ്റെ അബ്സോർപ്ഷനെ ഇത് ഗണ്യമായി ബ്ലോക്ക് ചെയ്യാറുണ്ട്. എയറേറ്റഡ് ഡ്രിങ്ക്സ് ആയ മധുരപാനീയങ്ങൾ അവോയ്ഡ് ചെയ്യേണ്ടതുണ്ട്. അതേപോലെ തന്നെ ആൽക്കഹോൾ ഇൻ എനി ഫോം അവോയ്ഡ് ചെയ്യേണ്ടത്. കാരണം ഇത് നമ്മുടെ ദഹന പ്രക്രിയയെ കാര്യമായി ബ്ലോക്ക് ചെയ്യാറുണ്ട്. നീണ്ട നാൾ അവഗണിക്കപ്പെടുകയാണെങ്കിൽ അത് നമ്മുടെ ലിവർ ആൻഡ് കിഡ്നി ഫങ്ഷൻസിനെ കാര്യമായി ബാധിക്കാറുണ്ട്. അടുത്തതായി ഉപ്പിൻ്റെ ഉപയോഗം. ഇതിൽ ഹൈപ്പർ തൈറോയ്ഡ് പേഷ്യൻസ് അയഡൈസ്ഡ് സോൾട്ടിൻ്റെ ഉപയോഗം കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യണം. അവർക്ക് നോർമൽ സോൾട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഈ കാര്യങ്ങളൊക്കെ കൃത്യമായി ഫോളോ ചെയ്ത് തൈറോയ്ഡ് ഇഷ്യൂസിൻ്റെ റൂട്ട് കോസ് കണ്ടുപിടിച്ച് പ്രോപ്പർ ഗൈഡൻസ് കൊടുത്ത് ആപ്റ്റായിട്ടുള്ള വ്യക്തിഗത ഹോമിയോപ്പതി കോൺസ്റ്റിറ്റ്യൂഷണൽ മെഡിസിൻസും യൂസ് ചെയ്യുകയാണെങ്കിൽ ഈ ജീവിതശൈലി രോഗങ്ങൾ നല്ല രീതിയിൽ റിവേഴ്സ് ചെയ്യാൻ നമുക്ക് സാധിക്കും.